സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ തന്നെയാണ് ഉത്തർപ്രദേശിലെ ഇലക്ഷൻ. അതായത് യോഗി ആദിത്യനാഥൻ എന്ന സന്യാസിയുടെ ഭരണം, അതിനേക്കാൾ ഉപരി BJPയുടെ ഭരണം. സാർ, ഇനിയും ഒരു തുടർഭരണത്തിന് UPയിൽ BJPക്ക് സാധ്യതയുണ്ടോ? യോഗി ആദിത്യനാഥന് തന്നെയാണോ സാധ്യത? അവിടെ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, അയോധ്യ വിഷയം ഈ വരുന്ന ഇലക്ഷനിൽ, UP ഇലക്ഷനിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അവിടെ അയോധ്യ വിഷയം ഈ ഇലക്ഷനിൽ ബാധിക്കാനുള്ള സാധ്യത ഇല്ല. അതിന്റെ കാരണം സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അധികകാലം നീണ്ടു നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അയോധ്യ വളരെ സെൻസേഷണൽ ആയിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇപ്പോഴും അങ്ങനെയല്ല. കാരണം അയോധ്യ സംഭവത്തിൽ കർശനമായ നടപടികളെടുക്കുകയും കുറ്റക്കാരെയൊക്കെ കണ്ടെത്തുകയും അന്വേഷണം ശാസ്ത്രീയമായി പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചൊരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, അവിടെ മോഷണം ആണ് നടന്നിരിക്കുന്നത്, അഴിമതിയല്ല. മോഷണവും അഴിമതിയും രണ്ടാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ കൊള്ളയാണ്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്, മോഷണമാണ്. ആ മോഷ്ടാക്കളെ കൈയോടെ പിടികൂടുകയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ അതിശക്തമായ അന്വേഷണ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഫലപ്രദമായി ഭരണകൂടം അതിനെ നേരിട്ടു എന്നുള്ള പ്രതിച്ഛായയാണ് യോഗി ആദിത്യനാഥിന് ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഉത്തർപ്രദേശ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ വികസനം. ആ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദൗത്യം. അതിനാവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനം ഇന്ന് BJPക്കുണ്ട്. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ആ കാര്യവും വളരെ എളുപ്പമാണ്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി അവിടെ വളരെ ശക്തമായ രീതിയിൽ പ്രാദേശികമായ പിന്തുണ BJPക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UPയില് യോഗി ആദിത്യനാഥിനെ നേരിടാൻ കഴിയുന്ന ഒരു നേതാവോ BJPയെ നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇപ്പോൾ നിലവിലില്ല. അതുപോലെ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം കൂടിയിരിക്കുന്ന മറ്റു പാർട്ടികളെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി യാതൊരു വിധത്തിലുള്ള അടിത്തറയും അടിവേരുകളും ഇല്ലാതെ പരിപൂർണമായും UPയിൽ ഉണങ്ങി നശിച്ചു കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നല്ല സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണ് UPയിൽ ഇന്ന് നിലനിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അവിടെ എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഇനിയിപ്പോൾ ധാരാളം സമയമുണ്ട്. ഈ സമയം വളരെ ശാസ്ത്രീയമായിട്ട് വിനിയോഗിക്കാൻ അറിയുന്ന കേന്ദ്ര നേതൃത്വവും അതിനൊപ്പം നിൽക്കാൻ കഴിയുന്ന സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കൂടിച്ചേരുമ്പോൾ മറ്റൊരു ബദലില്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഉയർത്തി കാണിക്കാൻ കഴിയാത്ത വിധം ദുർബലമാണ് അവിടുത്തെ പ്രതിപക്ഷം. പക്ഷേ UP അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സ്ഥലമാണ്. പ്രതിപക്ഷത്തിന് അധികാരത്തിൽ വരാൻ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ ഒരു ശ്രദ്ധ ഇടതുപക്ഷം, വലതുപക്ഷം എന്നിവയെല്ലാം ഒന്നിച്ച് അവിടെ സമാജ്വാദി പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കും. ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, യോഗി ആദിത്യനാഥിനെയും BJPയെയും പരാജയപ്പെടുത്താൻ കിട്ടുന്ന അവസരം എന്ന നിലയിൽ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ജോർജ് സോറോസ്, ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ, ഇവയെല്ലാം ഒത്തൊരുമിച്ച് ഈ ഉത്തർപ്രദേശിൽ വലിയ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന്റെ അടുത്ത ഉഴവും വിജയകരമായി തന്നെ മുന്നോട്ട് വരും. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാജ്വാദി പാർട്ടി മാത്രമേ ഉള്ളൂ. വലിയ അവകാശവാദത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ഓർക്കണം, അന്താരാഷ്ട്ര രംഗത്തുള്ള ഡീപ് സ്റ്റേറ്റ് ശക്തികളും അതുപോലെ സോഷ്യൽ മീഡിയയും
അടക്കം വൻതോതിൽ ഫോക്കസ് ചെയ്ത ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ ആ ഉത്തർപ്രദേശിൽ BJP അട്ടിമറിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് BJP അലർട്ടായിരിക്കുന്നു. സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും വരുംവരായികളെ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകൂട്ടലുകളും നടത്തിയിരിക്കുന്നു. ഒരിക്കലും അട്ടിമറിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിലെ എല്ലാ വീടുകളിലേക്കും ഓരോ വോട്ടറിലേക്കും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു. അതിനാവശ്യമായ രീതിയിലുള്ള നിരവധി പദ്ധതികളും ജനക്ഷേമ പരിപാടികളും ജനങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ തകർക്കാൻ കഴിയാത്ത കോട്ട എന്നുള്ള നിലയിൽ സുഭദ്രമായിട്ട് നിൽക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എതിർ പ്രചരണങ്ങൾ ഉണ്ടായാലും, ഇപ്പോൾ കർഷക സമരത്തിന്റെ പശ്ചാത്തലമില്ല, പാറ്റ സമരത്തിന്റെ പശ്ചാത്തലമില്ല, അയോധ്യ വിഷയത്തിന്റെ പശ്ചാത്തലമില്ല, ഇതൊന്നുമില്ലാതെ വികസനത്തിലേക്കും രാഷ്ട്രീയ സ്ഥിരതയിലേക്കും വളരെയേറെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന യാതൊരു കാരണങ്ങളും അതിന് തക്ക കെൽപ്പുള്ള ശക്തികളും ഉത്തർപ്രദേശിൽ കാണാനേയില്ല. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വീണ്ടും യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. സാർ, അപ്പോൾ ഒരു സംശയം ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇതും കൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച നിർത്താം. അതായത് സാർ, ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, അതായത് മുസ്ലിം സമുദായങ്ങളുടെ വോട്ട്, മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, BJPക്ക് അകത്ത് ഉള്ള യോഗിക്കെതിരെയുള്ള പടയൊരുക്കം എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ മറികടക്കാൻ കഴിയുമോ? എൻ്റെ ആദ്യത്തെ ചോദ്യം ന്യൂനപക്ഷങ്ങളുടെ വോട്ട്. ഈ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിന്റെ വോട്ട് വളരെ സംഘടിതമായി BJPക്കെതിരെ വീഴാനുള്ള സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണയെല്ലാം ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് BJPക്കെതിരെ തിരിഞ്ഞാൽ പോലും BJPയുടെ അധികാര പ്രവേശനത്തെ തടയാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള, അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലങ്ങളുടെ ഭൂമിശാസ്ത്രം, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മഹാഭൂരിപക്ഷം മേഖലകളിലും BJPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡെമോഗ്രഫിയാണ് അവിടെ കാണുന്നത്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും BJPയെ പരാജയപ്പെടുത്താൻ തീർച്ചയായിട്ടും ആർക്കും തന്നെ സാധിക്കുകയില്ല. പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലെ ക്രൈസ്തവർ അവിടെയില്ല, മുസ്ലിങ്ങളാണ് കൂടുതലും. പിന്നെ ബുദ്ധമതക്കാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും തന്നെ അവിടെ നിലവിലില്ലാത്തത് കൊണ്ട് ഇതൊരു ഹിന്ദു വോട്ട് ബാങ്കും മുസ്ലിം വോട്ട് ബാങ്കും തമ്മിലുള്ള ഏറ്റുമുട്ടലായി പരിണമിക്കാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ മഹാഭൂരിപക്ഷത്തോടു കൂടി BJP വീണ്ടും അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. BJPക്ക് അകത്ത് യോഗി ആദിത്യനാഥിനെതിരെ സംഘടനയിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആ പറയുന്നതിൽ എന്തെങ്കിലും സത്യസ്ഥിതി ഉണ്ടോ? അങ്ങനെ ഒരു നീക്കമോ മറ്റോ? BJPക്കകത്ത് ഒരു ദേശീയ നേതാവിന്റെ പരിവേഷമുള്ളയാളാണ് യോഗി ആദിത്യനാഥ്. പലപ്പോഴും അടുത്ത പാർട്ടി പ്രസിഡന്റായിട്ടും അടുത്ത പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ ധാരാളം പേര് ഉയർത്തി കാണിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ വളരെയേറെ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിലും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു BJPയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, UPയിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലും വീടുകളിൽ നിരവധിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികൾ നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ യോഗി ആദിത്യനാഥ് കഴിഞ്ഞിട്ടുണ്ട്. UP ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വമ്പൻ വികസന പരിപാടികളും വലിയ നിക്ഷേപങ്ങളും വലിയ വ്യവസായങ്ങളും വാണിജ്യശാലകളും എല്ലാം വൻതോതിലുള്ള തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UP എന്ന് പറയുന്നത് ഇപ്പോഴൊരു ദേശീയ അഭിമാനമാണ്. ആ തരത്തിൽ ദേശീയ അഭിമാനമായി UPയെ വളർത്തിയെടുത്ത യോഗി ആദിത്യനാഥിനെ UPക്കാർ ഒരു കാരണവശാലും കൈവിടാൻ പോകുന്നില്ല. നന്ദി. താങ്ക് യു സർ.